ശ്രീ എം ജയചന്ദ്രൻ, ഈ യു ഡി എഫിന്റെ ഈ ആക്രമണം അത് എതിർക്കപ്പെടേണ്ട ഒന്നാണ്. അതുകൂടി ഒന്ന് അടിവരയിട്ട് നമുക്ക് ചർച്ച വൈൻഡപ്പ് ആക്കാം. ഈ ഗാന്ധിമാർഗം പറയുകയും ഗോഡ്സയുടെ മാർഗം അവലംബിക്കുകയും ചെയ്യുന്ന രീതി തുടരാൻ പറ്റില്ല. അത് പല നിലയ്ക്കും പല രൂപത്തിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അധികാരം കിട്ടിയ ഉടനെ ഈ തരത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രീ എം ജയചന്ദ്രൻ ഞാൻ ആഡ് ചെയ്യാം. കാരണം ഇത് സമാനമായി ഇപ്പോൾ കൊടുവള്ളിയിലും തിരുവനന്തപുരത്തും പാലക്കാടും ഒക്കെ സമാനമായി ഇത്തരത്തിൽ അക്രമം നടത്തുന്നു. അതിന് തൊട്ട് മുമ്പ് വി.ഡി. സതീശൻ പറഞ്ഞ ഒരു പ്രഖ്യാപനം കൂടി വായിക്കേണ്ടതുണ്ട്. അതായത് പണ്ടൊക്കെ അടികൾ കിട്ടിയാൽ ഞങ്ങൾ മറക്കുമായിരുന്നു, ഇത്തവണ ഞങ്ങൾ മറക്കില്ല. അതൊരു റിവഞ്ച് സ്വഭാവത്തിലാണ്. ഇവർ പറയുന്ന ഒരു ഖദർ സ്വഭാവമല്ല അതിൽ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഊർജ്ജമാകാം ഇത്തരം അക്രമങ്ങൾക്ക് യു ഡി എഫ് കക്ഷികളെ പ്രേരിപ്പിക്കുന്നത് എന്നതുകൂടി, യു ഡി എഫിനെയും കോൺഗ്രസിനെയും പ്രേരിപ്പിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ടോ ശ്രീ എം ജയചന്ദ്രൻ? ഇപ്പോഴല്ല ജിംഷാദെ, ഈ ആദർശത്തിൻ്റെ അസ്ഥിത അല്ലെങ്കിൽ മറ്റ് ആലഭാരങ്ങളൊന്നും കോൺഗ്രസിനെ അല്ലെ കോൺഗ്രസ്സുകാരെ അലട്ടാറില്ല. അത് പുതിയ കാര്യമല്ലല്ലോ. നമ്മളത് അവരിൽ നിന്ന് ആ തരത്തിലുള്ള ഒരു പ്രതികരണം ആരും പ്രതീക്ഷിക്കുകയുമില്ല. പക്ഷേ ഈ 10 വർഷം കൊതിച്ചിരുന്ന ഭരണം കൈ കിട്ടിയ ഉടൻ തന്നെ അതിൻ്റെ ഈ 10 വർഷത്തെ, നേരത്തെ കെ എം ഷാജി പറഞ്ഞല്ലോ, നമുക്ക് 9.5 വർഷം നഷ്ടപ്പെട്ടു, അത് തിരിച്ചു പിടിക്കണം എന്ന് 6 മാസം മുമ്പാണല്ലോ പറഞ്ഞത്. അതിപ്പോഴും എല്ലായിടത്തും ഓടുന്നുണ്ടല്ലോ. അതുപോലെ ഈ കാത്തുകാത്തിരുന്ന് പുതിയ ഭരണം കിട്ടുന്ന ഉടനെ തന്നെ നാട്ടുകാരുടെ മേലിൽ ചാടി വീഴാനുള്ള ആ വ്യഗ്രത, അത് പറഞ്ഞൊതുക്കുന്നതാണ് നല്ലത് ഈ പുതിയ ഭരണക്കാർക്ക് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് അതിനെന്തെങ്കിലും ന്യായീകരണം ചമയ്ക്കുകയല്ല വേണ്ടത്. തുടക്കത്തിലെ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി മുമ്പോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാകുമല്ലോ പൊതുജനം ചിന്തിക്കുക. അപ്പോൾ അത് അത്തരത്തിലുള്ള ചിന്താഗതിക്ക് വഴിമരുന്നിടാനുള്ള സാഹചര്യം കൊടുക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കർശനമായി തന്നെ യു ഡി എഫ് നേതൃത്വം, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അടിയന്തരമായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിസ്തർക്കമായും അത് ബന്ധപ്പെട്ട എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ജിംഷാദ്. തീർച്ചയായും എന്തായാലും ജനവിധി അത് തീർച്ചയായും എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ ആ ജനവിധി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ അതിൻ്റെ ഭംഗിയോടുകൂടി ഭൂഷണമായ തലത്തിലേക്ക് നടത്താൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഭരണപക്ഷത്തിന് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.